ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് അന്ന് ഇടുക്കി MP ആയിരുന്ന PT തോമസാണ്. അതിൻ്റെ പേരിൽ PT തോമസിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് പോലും നിഷേധിക്കപ്പെട്ടു. PT തോമസ് ജീവിച്ചിരിക്കെ തന്നെ PT തോമസിൻ്റെ ശവമഞ്ച ഘോഷയാത്ര അവിടെ പാതിരിമാരുടെ നേതൃത്വത്തിൽ നടന്നു. അപ്പോൾ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ വയനാട്ടിലും അതുപോലെ തന്നെ ഇടുക്കിയിലുമെല്ലാം മതമേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭങ്ങൾ നടന്നത്. അതിനെ പിന്തുണയ്ക്കാൻ LDFും UDFും എല്ലാ രാഷ്ട്രീയ കക്ഷികളും തയ്യാറാവുകയും ചെയ്തു. ആ ഗാഡ്ഗിൽ റിപ്പോർട്ട് എത്ര പ്രസക്തമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പെട്ടിമടയായാലും അത് കഴിഞ്ഞ് നമ്മുടെ വയനാട്ടിൽ 2020 ദുരന്തമായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ദുരന്തമായാലും. അപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ പ്രസക്തി അതിനെക്കുറിച്ച് എന്താ പറയാൻ? ഗാഡ്ഗിൽ കമ്മിറ്റി 4 സോണായിട്ടങ്ങ് തിരിച്ചിട്ട് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള സോൺ, അവിടെ ഒന്നും പാടില്ല, അവിടെ പരിസ്ഥിതി ലോലം എന്ന് പറഞ്ഞാൽ വളരെ ഫ്രജൈൽ ഏരിയയാണ്, അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ അവിടെയൊക്കെയാണ് നമ്മുടെ റിസോർട്ടുകൾ. ഏറ്റവും മനോഹരമായ സ്ഥലം, വെള്ളച്ചാട്ടം തൊട്ടടുത്ത്, അവിടെ തന്നെ ഇരുന്ന് വെള്ളം അടിക്കണം മനുഷ്യർക്ക്. അങ്ങനെയുള്ള കാര്യം വരുമ്പോഴാണ് പ്രശ്നം വന്നത്. അവിടെ റിസോർട്ട് പണിയണം, അതിലൊക്കെയല്ലേ പ്രശ്നം. അപ്പോൾ ആ പരിസ്ഥിതി ലോലമായിട്ടുള്ള അത്തരം പ്രശ്നം ABCD 4 തരം ഇതുണ്ട്. 4ാമത്തേതിൽ കൺട്രോളുകൾ വളരെ കുറവാണ്. ക്വാറി അടക്കം പഞ്ചായത്തുകളുടെയും ഒക്കെ അനുമതിയോടെ ക്വാറി അടക്കം പണിയാം. അത്രയ്ക്ക് വലിയ കുഴപ്പമൊന്നുമല്ല. പക്ഷേ ഫോറസ്റ്റുകൾ നിലനിർത്താൻ വേണ്ടി ഫോറസ്റ്റുകൾ എൻക്രോച്ച് ചെയ്ത് ഇനിയും ഒന്നും ചെയ്യരുത് എന്ന് മാത്രമാണ് അതിനകത്തെ സ്ട്രോങ് ആയൊരു കാര്യം. അത് ശരിയായ വിധത്തിൽ പഠിക്കുകയോ ശരിയായ വിധത്തിൽ ഡിസ്കസ് ചെയ്യുകയോ ചെയ്തില്ലെന്ന് എനിക്ക് തോന്നി. അത് വേണ്ട തരത്തിൽ പഠിച്ചിരുന്നെങ്കിൽ ആ നിയന്ത്രണങ്ങളൊക്കെ നല്ലപോലെ നടപ്പാക്കിയാൽ ആളുകൾക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഗാഡ്ഗിൽ ഇപ്പോൾ എന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞു? ഗാഡ്ഗിൽ പറയുന്നത് ഗാഡ്ഗിലിന് ദുഃഖമൊന്നും തോന്നില്ല. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. തീയിൽ തൊട്ടാൽ പൊള്ളും എന്നറിയുന്നത് പോലെ ഇങ്ങനെയൊക്കെ ചെയ്താൽ, ഇന്ന സന്ദർഭങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ തലമുറയിൽ വെച്ച് തന്നെ ഇതൊക്കെ കാണേണ്ടി വരും എന്ന് ഗാഡ്ഗിൽ എന്ന് പറഞ്ഞു. അത് സത്യമായി വന്നു. അപ്പം ഗാഡ്ഗിലിന് അത് കേട്ടിട്ട് എങ്ങനെ തോന്നുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗാഡ്ഗിൽ പറയുന്നത് അത് അങ്ങനെയാണ്. അപ്പോൾ ഗാഡ്ഗിൽ അന്ന് പറഞ്ഞത് നമ്മൾ ഒരുപാട് കാലം ഒന്നും കാത്തിരിക്കേണ്ട, ഈ നില പശ്ചിമഘട്ടത്തിൽ ഇതുപോലെയുള്ള ഇത് തുടർന്നാൽ, നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നാൽ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഫലങ്ങൾ ഉണ്ടാവും എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ അന്ന് വെള്ളം ചേർത്ത് കസ്തൂരി രംഗൻ റിപ്പോർട്ട് ഉണ്ടാക്കി. കാരണം ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. ഇത് രണ്ടും നടപ്പാക്കാതിരിക്കാൻ വേണ്ടി അന്ന് കേരള സർക്കാർ വേറൊരു കമ്മീഷനെ നിയോഗിച്ചു. അങ്ങനെ അതൊന്നും നടപ്പാക്കിയില്ല, ഫലത്തിൽ ഒന്നും നടപ്പാക്കിയില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം ഫലം തന്നെയല്ലേ ഈ ദുരന്തം? അതിൻ്റെ എല്ലാ ഫലം തന്നെയാണ് ഈ ദുരന്തം.